ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തളപതി വിജയുടെ ലാസ്റ്റ് പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ജനനായകൻ. ഇത് കണ്ടിട്ട് എനിക്കെന്തോ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൊഡക്ഷൻ KVN പ്രൊഡക്ഷനോട് ഒരു കാര്യം പറയാനുണ്ട്. മനസ്സിലിങ്ങനെ കുറച്ച് നാൾ കൊണ്ട് തങ്ങി നിന്ന ഒരു കാര്യമാണ് ഇപ്പം വെളിവിടാൻ പോകുന്നത്. നിങ്ങൾക്ക് പടം എടുത്തിട്ട് അത് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പരിപാടി നിർത്തുക. ഈ ഒരു 2026 ഒരു പടം, എന്നിട്ട് ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്റ്റാറിൻ്റെ പടമാണ്, ഒരു പ്രൊമോഷൻ പോലും കൊടുക്കാതെ ഇപ്പം എത്ര നാളുകൊണ്ട്, ഇപ്പം ഒരു നവംബർ തൊട്ടേ പ്രൊമോഷൻ കൊടുക്കേണ്ട സമയമാണ്. പക്ഷേ അതിന് കൊള്ളത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. പക്ഷേ അവർ ഇറക്കിയിട്ടേക്കുന്ന പോസ്റ്ററെല്ലാം നിങ്ങൾ കണ്ടു കാണും. അതിൽ നല്ലോണം ഞാൻ പിക്സാർട്ടിലെടുത്ത് ചെയ്യുമായിരുന്നു. അത്രയും വേസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി. എൻ്റെ ഡയറക്ടറും ഒരു വേസ്റ്റ്, എച്ച് വിനോദ്. ഞാൻ ഒരിക്കലും ഈ തളപതി വിജയ് ഈ എച്ച് വിനോദിൻ്റെ പടത്തിൽ അവസാനം അഭിനയിക്കും ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ഞാനൊരു വെട്രിമാരനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ലാസ്റ്റ് ഒരു പടം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഴിവ് എന്ന് വെച്ചാൽ ആക്ടിങ് എല്ലാം കാണിക്കാൻ പറ്റിയൊരു പടമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കിട്ടിയത് ഇപ്പം വന്ന ജനനായകൻ്റെ ട്രെയിലറിനെ പറ്റി ഞാൻ പറയാം. എനിക്ക് ഈ ട്രെയിലർ കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നാളുകൊണ്ട് ഇതിൻ്റെ അകത്ത് റൂമർ വരുന്നുണ്ടായിരുന്നു, ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇങ്ങനത്തെ ട്രെയിലർ കട്ട് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു പണ്ടത്തെ, അതായത് വേട്ടക്കാരൻ, കുരുവി, നിങ്ങൾ പണ്ടത്തെ ട്രെയിലർ എടുത്ത് നോക്കിയാൽ മതി. ആ ടൈമിലൊക്കെ ഉള്ള ട്രെയിലർ കട്ടൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന VFX, പിന്നെ ഇതിനകത്ത് വിജയെ കാണുമ്പോൾ ചില അടുത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, AI കൂട്ടൊക്കെയാണ് വിജയെ കാണിച്ചു വെച്ചേക്കുന്നത്. മുഖമൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഷോട്ടിന് പോലും ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഓഡിയോ ലോഞ്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമ ഫുള്ള് കണ്ടില്ല. എനിക്ക് ഏകദേശം സിനിമയുടെ ഒരു ഐഡിയ മനസ്സിലായി. പിന്നെ ഇതിനകത്ത് പൂജ ഖഡ്ജിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. കൂടുതലും തളപതി വിജയാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒരു പുള്ളി ഒരു രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങില്ല, ഒരു പ്രചരണത്തിന് വേണ്ടി ഒരു പടം, പ്രൊപ്പാഗാൻഡ ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു വിജയ് ഫാനാണ്. 2005-ലോ 2004-ലോ ശിവകാശി എന്നിറങ്ങി, ശിവകാശി കണ്ടിട്ടാണ് ഞാൻ ഫാനായത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു തളപതി ഫിലിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് ശിവകാശി കണ്ടിട്ട് കമൽ അങ്ങനെയൊക്കെയുള്ള, എന്ന് വെച്ചാൽ മലയാളം സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ കണ്ടാണ് അന്ന് എനിക്കിഷ്ടപ്പെട്ടത്. ഗില്ലി, ശിവകാശി, മധുരയൊക്കെ ആ സമയത്ത് ഒരുമിച്ച് ആ സമയത്തൊക്കെ കണ്ടേ. പക്ഷേ ആ കോവിഡിന് ശേഷം സിനിമ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന് മുമ്പത്തെ തമിഴ് സിനിമ ഏത് സിനിമ എടുത്താലും കോവിഡിന് ശേഷം ഒത്തിരി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഒരിക്കലും അപ്ഡേറ്റ് ആവട്ടെ. എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ആ കുരുവി, വില്ല്, വേട്ടക്കാരൻ, മറ്റേ ആ ശിവകാശിയൊക്കെ എടുത്തിട്ടുണ്ട്. ശിവകാശിയുടെയൊക്കെ ട്രെയിലർ ഇപ്പോൾ എങ്ങനെ പുതിയ വെർഷൻ ഇറക്കി വിട്ടാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത്. ഒരു പുതുമയില്ല. പിന്നെ ഇതിനകത്ത് വിജയുടെ പേര് കാണിക്കുന്നുണ്ട്, തളപതി കൊണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ടറെങ്കിലും അയാളുടെ പേരെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ലാസ്റ്റ് പടത്തിൽ ഈ പടം, ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ അറിയാം ഒരു കൂട്ടം പ്രേക്ഷകരെ ഇത് അംഗീകരിക്കത്തുള്ളൂ. ഇപ്പം വിജയുടെ ഒരു ഒട്ടും കൊള്ളാത്തൊരു പടം എടുത്തു കഴിഞ്ഞാൽ അതൊരു 200 കോടി കിട്ടും. ഒരു ആവറേജ് പടം കിട്ടിക്കഴിഞ്ഞാൽ 500 കോടി കിട്ടും. അപ്പോൾ ഒരു നല്ല പടം എടുത്ത് എത്രയും കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ എങ്കിലും ഈ മനുഷ്യനൊന്ന് തോന്നിക്കൂടെ, ഒരു കഥ കേട്ടിട്ടെങ്കിൽ. ഇതൊരു ഭഗവന്ത് കേസരി, നിങ്ങൾ ആ ട്രെയിലർ സിനിമ കണ്ടു കാണും. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ. കാരണം ബാലയ്യയുടെ അത് വേറെ ആരുടെയും കണ്ടില്ല. ഏതൊരു ബഫൂണിൻ്റെ ഒരു പടമാണ് എടുത്ത് റീമേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തും പുള്ളി ബഫൂൺ തന്നെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അതിനകത്ത് ആക്ഷൻ സീനൊക്കെ നിങ്ങൾ എടുത്ത് നോക്കണം. ഏതാണ്ടൊക്കെ ഒരു സാധനം എടുത്ത് നക്കുന്ന ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഒരിടിക്ക് ഒത്തിരി പേര് പറന്നു പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എവിടുത്തെ ഫൈറ്റാണെന്ന് അറിയാം നിങ്ങൾക്ക്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ വിജയ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു കൂട്ടം ഫാൻസുകാരെ വിഡ്ഢികളാക്കി വെച്ചിട്ടുണ്ട്. ആ വിഡ്ഢി ഫാൻസുകളാണ് ഈ പടം പോയി കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് പടത്തിന് നോൺ ഫാൻസുകാരെയും കൂടെ അക്സെപ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു പടം എടുക്കത്തില്ല. അത് തന്നെ സത്യം. നിങ്ങൾക്ക് ആ ഫാൻസുകാരെ മതി. വിജയുടെ സ്ഥിരം മാനരസം ഗില്ലിക്കകത്ത് മാനരസമുണ്ട്. പിന്നെ കുറേ കാണിക്കുന്നുണ്ട്. ശിവകാശിക്കകത്താണ് ഇത് കൊണ്ടുവന്ന് ഫേമസ് ആക്കിയത്. ആ ശിവകാശിക്കകത്തുള്ളതാണ് ഇന്നത് കൊണ്ട്. പിന്നെ ഇത് കുറച്ച് മാറ്റിയിട്ടുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വിജയ് കണ്ടിട്ട് എനിക്ക് ഒറിജിനായിട്ട് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ചില കുറച്ച് സീനിലൊക്കെ വിജയ് അഭിനയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ചിലതൊക്കെ എനിക്ക് ആ ഗ്ലാസ് വെച്ചുകൊണ്ട് നടന്നു വരുന്നതൊക്കെ വിജയ് ആണെന്ന് തന്നെ സംശയമുണ്ട്. പിന്നെ ബോബി ഡിയോളിനെ കാണിക്കുമ്പോൾ കറക്റ്റ് അവസാനം റോബോട്ടിനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ അവർ കാണിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഇത് ഒരു മിക്സഡ് റെസ്പോൺസ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഞാൻ പറയാം, ഒരു മിക്സഡ് പടമായിരിക്കും. കേരളത്തിൽ ഇത് ഹിറ്റായാൽ ഭാഗ്യം. ഫസ്റ്റ് ഇനിഷ്യൽ കാണുമായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഹിറ്റായാൽ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ടോട്ടലി ലാസ്റ്റ് പടം ഇങ്ങനെ പറയുന്നത്, ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്കൊരു വിഷമമുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു പടം കൊണ്ട് സെലക്ട് ആക്കി എടുക്കരുത്. ആ വെട്രിമാരൻ്റെ പടമോ അങ്ങനെ ഇച്ചിരി അഭിനയപ്രാധാന്യമുള്ളൊരു പടം എടുത്തിട്ട് നിർത്തിയാൽ നല്ലതായിരിക്കും. പിന്നെ വിജയ് ഫാൻസുകാരാണ്, അവർക്ക്
അവരുടെ ഒരു മൂളയുണ്ട്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ വിജയ് ഫാനാണ്. വാരിസ് കണ്ടിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് എങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ തുടക്കം ഒന്ന് കുറച്ച് മാറ്റണം, ഇൻ്റർവെല്ല് കുറച്ച് മാറ്റണം, ക്ലൈമാക്സ് കുറച്ചൊന്ന് മാറ്റണം, പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഫുള്ളേ മാറ്റണം. എങ്കിലും കൊള്ളത്തില്ലെന്ന് പറയത്തില്ല. അതാണ് പുള്ളിയുടെ ഫാൻസിൻ്റെ ഒരു ഇത്. അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു മറ്റേ ഒരു ഇതേ ഉള്ളൂ. ഞാൻ പറയുക, ഇത് നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് ആരെങ്കിലും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിജയെ കളിയാക്കാനും ഒക്കെ മാത്രമായിട്ട് പറയുന്ന ഒരു സാധനമായിരിക്കും. എനിക്കിത് ടോട്ടലി ഒരു വേസ്റ്റ് ട്രെയിലർ ആയിട്ടാണ്. കാരണം വിജയുടെ ഇത്രയും കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് വാരിസിനെക്കാട്ടിലും ഫൈഡവേക്കാട്ടിലും പല ട്രെയിലറായിട്ടാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത്. ഇനി പടം കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. ഭഗവന്ത് കേസരി സെയിം അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ബാക്കി സിനിമ കണ്ടിട്ട് പറയാം. ഈ ജനുവരി 9 ഫസ്റ്റ് ഡേ ഞാൻ കാണാൻ പോകും. കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അതിനകത്തൂടെ ഷെയർ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.